നമ്മളെ വ്യൂ പോയിൻ്റിലാണ് നിൽക്കുമ്പോൾ ഞാനും ഇവരും നമ്മളെ ഫ്രണ്ട് വിദേശം ഉണ്ടായിരുന്നു. അവിടെ നിന്നിട്ട് വർത്താൻ പറഞ്ഞു കൊടുക്കുമ്പോൾ ഒരു 3 വണ്ടിയിൽ 6 ആൾക്കാർ വന്നിട്ട് അടിക്കുകയും ചെയ്തു. എന്താണ് പ്രശ്നം എന്നുള്ളതും എനിക്കൊന്നും വ്യക്തതയില്ല. അവർ വന്ന് പിന്നെ വലിയ വടിവാളുണ്ടായിരുന്നു, കമ്പിപ്പാറയുണ്ടായിരുന്നു, പിന്നെ മറ്റേ ഇടിക്കട്ടി ഉപയോഗിച്ച് എൻ്റെ കൂടെ അടിച്ച് അപ്പോൾ ഇവൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെയാണ്. ഞാനും ഇവനും ചെതറിയിട്ട് അവൻ്റെ വീട്ടിലേക്ക് ഓടുമ്പോൾ വീട്ടിലേക്ക് വന്നിട്ട് വടിവാളെടുത്ത് വീശി, എന്നിട്ട് അവൻ്റെ പെങ്ങളെ പിന്നെ മാറിക്ക് അവൻ്റെ കൊല്ലുന്നുണ്ട് വീശി കൊടുത്തു. ആടുന്നും കുറേ മിനിറ്റ് അടിച്ച് അനക്കും തല പെരുത്തിട്ട് ഏതാന്നുള്ള വേദന ഇപ്പോൾ എവിടുന്നാന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നില്ല. പിന്നെ അവരെത്ര ടീമുണ്ട്? എങ്ങനെ അവർ 3 വണ്ടിയിൽ ആൾക്കാർ വന്നിട്ടുള്ളത്. ഒരു വണ്ടി ഇടക്കാലത്തിന് മറിഞ്ഞിട്ടുണ്ട് പോലും. അവർ വണ്ടി ഇടക്കാലത്ത് മറിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് വിവരം കിട്ടിയത്. നിങ്ങളെ വീട്ടിനടുത്ത് തന്നെയായിരുന്നു സംഭവം? വീടിൻ്റെ മുന്നിൽ ഒരു വെറുതെ പോയിന്റിലാക്കുമ്പോൾ നല്ലൊരു പ്രശ്നങ്ങൾ കാര്യങ്ങളാണ്. ആ വീടിൻ്റെ മുന്നിലാണ് നമ്മൾ നിന്നത്. അന്നേരം അവർ പെട്ടെന്ന് വണ്ടിയിൽ വന്ന് അവർ വണ്ടിയിൽ നിന്ന് ഇറങ്ങൽ വണ്ടിയിൽ അവരറിയുന്നതാണോ? അവരെ കണ്ടാലറിയാം. ഇരിട്ടിയിലെ ടൂറിസം കേന്ദ്രമായ എടക്കാനം റിവർ വ്യൂ പോയിന്റിൽ 3 വണ്ടികളിലെത്തി പ്രദേശവാസികൾക്കെതിരെ അക്രമം നടത്തിയെന്ന പരാതിയിൽ 15 പേർക്കെതിരെ ഇരിട്ടി പോലീസ് കേസെടുത്ത് അന്വേഷണം ഊർജിതമാക്കി. എടക്കാനം പ്രദേശവാസികൾക്കെതിരെയാണ് ആക്രമണം നടന്നത്. 3 വാഹനങ്ങളിൽ ആയുധങ്ങളുമായി എത്തിയവരുടെ ആക്രമണത്തിൽ പ്രദേശവാസികളായ 5 പേർക്കാണ് പരിക്കുപറ്റിയത്. ചിലരെ വാഹനമിടിച്ച് അപായപ്പെടുത്താനും ശ്രമമുണ്ടായി. ഗുരുതരമായി പരിക്കേറ്റ ഷാജി കുറ്റിയാടൻ, കെ സുജിത്, RV സതീശൻ, കെ ജിതേഷ്, പി രഞ്ജിത്ത് എന്നിവരെ ഇരിട്ടി താലൂക്ക് ആശുപത്രിയിൽ നിന്നും പ്രാഥമിക ചികിത്സ നൽകിയ ശേഷം തലശ്ശേരിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പുറമേ നിന്നുമുള്ള സംഘമാണ് അക്രമം അഴിച്ചുവിട്ടത്. ഇവർ സഞ്ചരിച്ച വാഹനങ്ങളിലൊന്ന് എടക്കാനത്ത് അപകടവുമുണ്ടാക്കി. ഇന്നോവയടക്കമുള്ള വാഹനങ്ങൾ കൊണ്ട് പ്രദേശവാസികളെ അപായപ്പെടുത്തുവാനും നീക്കമുണ്ടായി. പ്രദേശവാസികളായ 2 പേർക്ക് പരിക്കുപറ്റി. വീടിന് സമീപം നിൽക്കുകയായിരുന്ന പലരും തലനാരിഴയ്ക്കാണ് ജീവനും കൊണ്ട് രക്ഷപ്പെട്ടത്. ആക്രമണത്തിന് കാരണമെന്തെന്ന് ഇതുവരെ പോലീസ് അന്വേഷണത്തിൽ വ്യക്തമായിട്ടില്ല. സംഭവത്തിൽ വിവിധ രാഷ്ട്രീയ പാർട്ടികൾ പ്രതിഷേധിച്ചു. കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കണമെന്ന് നേതാക്കൾ ആവശ്യപ്പെട്ടു. പ്രതികൾ പ്രദേശവാസികളെ മർദ്ദിക്കുന്നതിന്റെ വീഡിയോ ദൃശ്യങ്ങളും പുറത്തുവന്നു. നമ്മുടെ നാട്ടുകാരുടെ ഒച്ചയായിട്ട് നമ്മൾ ഓടിപ്പോയത്. അന്നേരമാണ് ഒരു ഇന്നോക്കാരും പിന്നെ 2-3 വണ്ടി ഏതാണെന്ന് മനസ്സിലായി ഇവരുടായിരുന്നു. നമ്മളിപ്പോൾ ഇവരുടെ ഒച്ചയായിട്ട് ഓടിപ്പോയിക്കൊണ്ടിരിക്കുമ്പോൾ വണ്ടി വന്നിട്ട് നമ്മുടെ മേത്തേക്ക് ഞാനൊരു രഞ്ജിത്തുണ്ട്, നമ്മൾ രണ്ടാളിലും മേത്തേക്ക് ഓടുന്നു. അപ്പോൾ രഞ്ജിത്ത് അങ്ങോട്ടേക്ക് മറിഞ്ഞു വീണ് ഞാൻ ഇപ്പുറത്തേക്ക് ജമ്പ് ചെയ്തു. ഭാഗ്യത്തിന് ഇത്രയേ കൊണ്ടു. പിന്നെ റിട്ടേൺ വരുമ്പോഴാണ് ഈ രഞ്ജിത്തിൻ്റെ മേത്തേക്ക് വണ്ടി കൊണ്ട് കയറ്റാൻ നോക്കുമ്പോഴാണ് ഞാൻ രഞ്ജിത്തിനെ പിടിച്ച് വലിച്ച് വണ്ടി കുറച്ച് നമുക്ക് സ്വാഭാവികം അങ്ങനെ തോന്നാം എന്താണെന്ന് വെച്ചാൽ അന്നേരമായി വണ്ടി ഇടിച്ചത് ഇങ്ങനെ കൈ കുടിക്കാൻ പറ്റും. അതാണ് അവസ്ഥ. വല്ലാത്തൊരു അവസ്ഥയാണ് നമ്മുടെ നാട്ടിൽ. മുപ്പത്തിനാല് വർഷത്തെ സേവന പാരമ്പര്യവുമായി കേരള കോളേജ് പുതിയ ബസ് സ്റ്റാൻഡ് ഇരിട്ടി. UGC അംഗീകൃത യൂണിവേഴ്സിറ്റി കോഴ്സുകൾ നഴ്സിംഗ് കെയർ, മെഡിക്കൽ ലബോറട്ടറി ടെക്നീഷ്യൻ, ഫാർമസി അസിസ്റ്റന്റ്, OT ടെക്നീഷ്യൻ, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, കേരള ഗവൺമെന്റ് അംഗീകൃത കോഴ്സുകൾ ഹോട്ടൽ മാനേജ്മെന്റ്, ഏവിയേഷൻ, പ്രീ പ്രൈമറി TTC, ലോജിസ്റ്റിക് ആൻഡ് കമ്പ്യൂട്ടർ കോഴ്സുകൾ കൂടാതെ MBA, BBA, MCom, BCom, +2 സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസുകളും. അഡ്മിഷൻ തുടരുന്നു. കേരള കോളേജ് പുതിയ ബസ് സ്റ്റാൻഡ് ഇരിട്ടി.